നമസ്കാരം. ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു ആരോഗ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ഷെഹ്ല CH, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇന്ന് നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? ഇന്ന് മൂത്രസംബന്ധമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പല ആളുകളും പേടിയോടെ കാണുന്നൊരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് അസുഖങ്ങൾ. കാരണം നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറും അതുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും. അപ്പോൾ ഈ ഒരു രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിയോട് കൂടെ കാണേണ്ട ഒരു രോഗമല്ല. നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടത് മാനേജ് ചെയ്യാനും പറ്റും, അതിനെ തടുക്കാനും പറ്റും. കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലെന്താണ്, ഇതൊരു പ്രശ്നക്കാരനായിട്ടുള്ള ഗ്രന്ഥിയാണെന്നുള്ളൊരു വിചാരം പലരുടെയും മനസ്സിലുണ്ട്. പക്ഷെ അത്തരക്കാരനല്ല ആക്ച്വലി ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇത് ചെയ്തു തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു 40 വയസ്സ് വരെയുള്ളൊരു കാലയളവിൽ ഒരുപാട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് കുട്ടികൾ ഉണ്ടാവാൻ വരെ കാരണക്കാരനായിട്ടുള്ള ഒരു ഗ്രന്ഥി കൂടിയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പുരുഷന്മാരിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ വലിയ ഗൗരവക്കാരനല്ല എന്ന് മനസ്സിലാവും. മാത്രമല്ല ഇത് പലപ്പോഴും കണ്ടെത്താൻ വൈകുന്നതാണ് പലപ്പോഴും നമ്മൾ പേടിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ടെത്താനുള്ള കുറച്ച് മാർഗങ്ങളും അതിനെ എഫക്റ്റീവായിട്ട് നേരിടാനുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നീ ഒരു പോഡ്കാസ്റ്റിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡോക്ടർ ഷെഹ്ല CH, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം പലർക്കും മൂത്രസംബന്ധമായിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം വന്നാൽ തന്നെ പേടിയാണ്, ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ അതാണോ എന്നാണ്. അതിന് ഒരു പരിധി വരെ സോഷ്യൽ മീഡിയാസും അതിന് കാരണമായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രോസ്റ്റേറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് നയിക്കും, അങ്ങനെയുള്ള ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് നമ്മളെ സഹായിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത് എന്നൊന്ന് പറയാമോ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എന്നൊരു വാക്ക് വന്നിട്ടുള്ള തന്നെ ഗ്രീക്ക് വേർഡായിട്ടുള്ള പ്രൊട്ടക്റ്റർ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്. പ്രൊട്ടക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഗ്രന്ഥി. കാരണം നമ്മുടെ പുരുഷ ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന ഒരാളാണ് ബീജം അഥവാ ശുക്ലം. ഇതിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ നറിഷ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആളാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. കാരണം നമ്മൾ ആ ബീജം ശരിയായിട്ട് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ചലിച്ച് പിന്നെ അവിടെ പോയി നമ്മൾ ഓവവുമായിട്ട്, സ്ത്രീ ശരീരത്തിലെ അണ്ടവുമായിട്ട് ജോയിൻ ചെയ്ത ഒരു കുട്ടി ഉണ്ടാവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഗ്രന്ഥി കൂടിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരിൽ ഒരു 40 വയസ്സ് വരെയുള്ള ആളുകളിൽ വളരെയധികം റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വളരെയധികം പ്രാധാന്യം ഇതിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നാണ് നമുക്കൊരു ഡിസ്ചാർജ്, പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. അത് കാരണമാണ് ഇത്തരം പല ഫങ്ഷൻസും ബോഡിയിൽ നല്ല രീതിയിൽ നടന്നു വരുന്നത്. നമ്മൾ ബീജത്തിന് എനർജി കൊടുക്കുന്നുണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും അതിനെ ഒരു പ്രൊട്ടക്റ്റർ എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ പരിചയപ്പെടുത്താം. പക്ഷേ ഈ ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ പലപ്പോഴും ഹോർമോൺ ചേഞ്ചസ് വരും. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിൽ വ്യത്യാസം വരും. അത് മറ്റുള്ള DHT പോലെയുള്ള പദാർത്ഥങ്ങളായിട്ട് മാറുമ്പോഴാണ് നമുക്ക് ഈ ഗ്രന്ഥി ആകെക്കൂടെ ഒന്ന് വലുതാവും, അല്ലെങ്കിൽ വലുതായി ചില കേസുകളിൽ ക്യാൻസറിൻ്റെ മുഴകളായിട്ട് വരും. ചില കേസുകളിൽ പ്രശ്നക്കാരനല്ലാത്ത സാധാരണ ഗ്രന്ഥി വീക്കായിട്ട് വരും. 2-3 കണ്ടീഷൻസാണ് നമുക്ക് സാധാരണ 45 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടത് ഈ പ്രോസ്റ്റേറ്റ് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിൻ്റെ ഡയഗ്നോസിസ്, എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ അതും കൂടെ അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് അതിനെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രന്ഥിയിൽ ചില ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ശരിയായ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇതിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെറുപ്പകാലം തൊട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു 50 വയസ്സ് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത്. ആ ഒരു 50 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ആദ്യം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് നമുക്ക് കിട്ടും. നമ്മളെ ജീന് വഴി അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് നമുക്ക് ചില പ്രീഡിസ്പോസിഷൻ ഉണ്ടാവും. ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റിൻ്റെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ
നമുക്ക് അടുത്ത ജനറേഷനും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു അച്ഛന് അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു മുന്നോടിയായിട്ട് പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ അത് ഒന്ന് നേരത്തെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. പ്രത്യേകിച്ച് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥി വീക്കവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു ടെൻഡൻസി ഉള്ള ആളുകൾ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ യുവാക്കളിലൊക്കെ സ്മോക്കിംഗ് ഹാബിറ്റ് എന്ന് വളരെ കൂടുതലാണ്. സ്മോക്കിംഗ് കൂടുതലാണ്, ആൽക്കഹോളിൻ്റെ ഉപയോഗം കൂടുതലുള്ള ആളുകളുണ്ട്, ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം കൂടുതലുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് സ്മോക്കിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ആൽക്കഹോൾ ഒഴിവാക്കുക. കുടിക്കുന്ന വെള്ളം സാധാരണ വെള്ളം അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അങ്ങനത്തെ ജ്യൂസുകളൊക്കെ ആക്കിയിട്ട് കുടിക്കാൻ നോക്കുക. അധികം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന്. ആ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം കൂടിക്കഴിഞ്ഞാലും നമ്മളെ ഈ ഒരു മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നീർക്കെട്ട് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം. ഏത് ഭക്ഷണത്തിലും നമ്മൾ ഉപ്പാണ് കൂടുതലായിട്ട് വരുന്നത്. ജങ്ക് ഫുഡിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഉപ്പ് അധികം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ സ്പൈസസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത്തരം ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ആഹാര രീതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോർമൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരം രോഗങ്ങൾ വളരെയധികം നേരത്തെ കണ്ടെത്താനും അതുപോലെ തന്നെ ഒഴിവാക്കാനും കൂടെ സാധിക്കും. നമുക്ക് ഏതൊരു രോഗവും, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകളിൽ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ പെട്ടെന്ന് വരുന്നത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും കൂടെ സാധിക്കും. ഇന്ന് ഒ പിയിലൊക്കെ ഒരുപാട് വന്ന് കാണുന്നത് പുരുഷന്മാരാണ് അല്ലേ? പ്രോസ്റ്റേറ്റ് ബുദ്ധിമുട്ടുകൾ പുരുഷന്മാരിൽ മാത്രമേ കാണാൻ കഴിയൂ. അതെ. അപ്പോൾ ഈ പുരുഷന്മാരിൽ ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്? അതുപോലെ ഇത് വീങ്ങുന്നുണ്ട്, ഇത് വലുതാവുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഏത് പ്രായക്കാരിലും വരാം. പുരുഷന്മാരിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഒ പിയിൽ കണ്ടുവരുന്നത് പ്രായമായിട്ടുള്ള ആളുകളേക്കാൾ കൂടുതൽ ഇന്ന് ചെറുപ്പക്കാരിൽ പ്രോസ്റ്റേറ്റ് അസുഖങ്ങൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ പ്രോസ്റ്റേറ്റ് തന്നെ അറിയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാരിൽ വരെ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിരന്തരം വേദന വരും. പ്രത്യേകിച്ച് ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്തൊക്കെ നിരന്തരം സഹിക്കാൻ പറ്റാത്ത രീതിക്ക് വേദന വന്നുകൊണ്ടിരിക്കും. അവർക്കൊരു ജോലി ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡെയിലി ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിതം തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിക്ക് വേദന വരാം. ആ രീതിക്ക് ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടുകളാണ് കൂടുതലായിട്ട് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നത്. പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. അതിൻ്റെ കൂടെ കൂടുതലായിട്ട് പനി വരാം, വിറയൽ വരാം, വേദന വരാം. പക്ഷേ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുകളിൽ, പ്രത്യേകിച്ച് 45 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ് കൂടുതലായിട്ട് വരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നോർമൽ ഒരു വാൾനട്ടിൻ്റെ സൈസാണ്, അതൊരു സൈസ് കൂടും. ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം സൈസ് കൂടി ഗ്രന്ഥി വീക്കം വന്ന് മൂത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരും. മൂത്ര തടസ്സം വരാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വരാം, മൂത്രം കംപ്ലീറ്റ് പോവാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെയാണ് ഒരു മധ്യവയസ്കരിലൊക്കെ കൂടുതലായിട്ട് നോപ്പിയിൽ കണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ചില കേസുകളിൽ, ചുരുക്കം ചില കേസുകളിൽ ക്യാൻസർ ആയിട്ട് തന്നെ ഈ ഗ്രന്ഥി വീക്കം വളരാം. തുടക്കത്തിലെ ക്യാൻസർ ആയിട്ട് വരും, പക്ഷെ അത് കണ്ടെത്താൻ വൈകുന്നത് കൊണ്ടാണ് നമുക്ക് ചില ലക്ഷണങ്ങൾ നോക്കിയിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഇനി പറയുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറും ചില കേസുകളിൽ കണ്ടെത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി, 3 കാറ്റഗറിയാണ് കൂടുതലായിട്ട് ഓരോ ഏജ് ഗ്രൂപ്പിലായിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സാധാരണ നമുക്കറിയാം, നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ശരീരത്തിന് അകത്താണ്. നമ്മളെ മൂത്രസഞ്ചിക്ക് നേരെ താഴെ നമ്മളെ മലദ്വാരത്തിൻ്റെ മുന്നിലായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് പുറത്തേക്ക് മനസ്സിലാവില്ല ഈ ഗ്രന്ഥിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, വലുതാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. സാധാരണ സ്ത്രീകൾക്കാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആണ്. ബ്രസ്റ്റ് ക്യാൻസറൊക്കെ അത് നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. സെൽഫായിട്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ബ്രസ്റ്റ് തൊട്ട് നോക്കിയിട്ട് ഇതിലെന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റും. പക്ഷേ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈ ക്യാൻസർ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇത് ഉള്ളിലേക്കാണ്, മലദ്വാരത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ സെൽഫായിട്ട് ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ചില ടെസ്റ്റുകൾ ചെയ്താലും നമുക്ക് പെട്ടെന്ന് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ, തുടക്കത്തിലേ ഇത് ക്യാൻസർ ആണോ എന്നൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ പ്രോസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ അധികം നമ്മൾ കേൾക്കുന്നത് മൂത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. മൂത്രം ഇടക്കിടക്ക് ഒഴിക്കുക.
മൈൽഡായിട്ടുള്ള കേസിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്ലോ കുറയും, മൂത്രമൊഴിക്കുമ്പോൾ ഒന്ന് ഫ്ലോ കുറവായിരിക്കും, കംപ്ലീറ്റ് ഒന്നും പോവില്ല, കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ ഒഴിക്കാൻ തോന്നും. അത്തരം ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് വരിക. പക്ഷെ ഇത് ഒരുപാട് കാലമായിട്ട് ഉണ്ടാവും ചില ആളുകൾക്ക്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്ക് തുടങ്ങുന്നത് മുതലേ ഇവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങുന്നുണ്ടാവും. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാർ. അവർ ഡോക്ടറോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ഒന്നും പറയുന്നുണ്ടാവില്ല, അത് അവരുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കൊണ്ട് നടക്കും. പക്ഷേ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്നായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങുക. ഒരു 1-1.5 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് ബുദ്ധിമുട്ട് അധികമാവും, പെട്ടെന്ന് അസുഖങ്ങൾ ഒന്ന് കൂടി വരും. അത് മുമ്പ് അവർക്ക് ഇതേ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല, കാരണം ക്യാൻസർ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല, അതുകൊണ്ട് മുന്നേ ഒരിക്കലും ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. പക്ഷെ പെട്ടെന്ന് 1.5 മാസം കൊണ്ടൊക്കെ ഈ ഒരു തടസ്സവും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവരാണ് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇത് ക്യാൻസർ ആണോ അല്ലയെന്നൊക്കെ ഉറപ്പിക്കേണ്ടത്. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇത് ഏത് ഘട്ടത്തിലാണ്, അതായത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമല്ലോ, അപ്പോൾ ഏത് ഘട്ടത്തിലാണെന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുമോ? അതെ, നമുക്ക് ലക്ഷണങ്ങൾ മെയിനായിട്ട് നമ്മൾ ഒരു ഒ പിയിൽ വരുന്ന ആളോട് നമ്മൾ ചോദിക്കുന്നത് അവരുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരും പറയും മൂത്രമൊക്കെ ഡോക്ടറെ പോകുന്നുണ്ട്, കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ കൂടുതലാണ് എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ട്, ചിലപ്പോൾ മൂത്രം ലീക്കായി പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ചോദിക്കുമ്പോഴായിരിക്കും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുക. അത് ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഒന്നും കൂടെ അവർ ഡീപ്പായിട്ട് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു മൈൽഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കിത് പറഞ്ഞ പോലെ തന്നെ മൂത്രത്തിൻ്റെ ഒരു ഫ്ലോയിൽ കുറവാണ് ഏറ്റവും ആദ്യമായിട്ട് കാണുക. ഫ്ലോ അത്ര ശക്തിയിൽ വരുന്നുണ്ടാവില്ല. നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികൾ വായിൽ വെള്ളമാക്കിയിട്ട് കുപ്പിളിച്ച് കളയുമല്ലോ, അവർ നല്ല ശക്തിയിലാണ് അത് പുറത്തേക്ക് ഫോഴ്സ് ചെയ്ത് വിടുക. പക്ഷെ ആ ഒരു വെള്ളം നമ്മൾ പ്രായമായിട്ടുള്ള ആളുകളുടെ കവിളിൽ നിന്ന് പോകുമ്പോൾ അത്ര ശക്തിയിൽ പോവില്ല, കാരണം അവിടെ ആ മസിൽസിനൊക്കെ ചെറിയ വീക്ക്നെസ് വരും. അതേ ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് വീക്കത്തിലും കാണുക. ബ്ലാഡറിൽ നിന്നുള്ള മൂത്രം പുറത്തേക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും, ഫോഴ്സ് കുറയും ഇനീഷ്യൽ സ്റ്റേജിൽ. ആ സ്റ്റേജിലൊക്കെ നമുക്ക് പെട്ടെന്ന് മരുന്ന് കൊടുത്തിട്ട് അത് ക്ലിയർ ആക്കി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ബ്ലാഡറിൻ്റെ ശക്തി കുറയും. ബ്ലാഡറിൻ്റെ നേരെ താഴെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാഡറിൻ്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ ടെൻഡൻസി വരും. അതുപോലെ മൂത്രം പിടിച്ചു വെക്കാൻ കഴിയില്ല, ബാത്റൂമിലേക്ക് ഒന്ന് ഓടി വരുമ്പോഴേക്കും അറിയാതെ ലീക്കായിട്ടുണ്ടാവും, ഇന്നർ വേസിൽ ലീക്കായി പോകുന്നുണ്ടാവും. അങ്ങനെ ലീക്കേജ് വരുന്ന സന്ദർഭങ്ങളിലാണ് ബ്ലാഡറിന് കുറച്ചും കൂടെ ഡാമേജ് വന്നൊരു കണ്ടീഷനിലേക്ക് അത് പോവുക. അത് കുറച്ചും കൂടെ ഡേഞ്ചറസ് ആണ്. അതൊന്നും കൂടെ നമ്മൾ മെഡിക്കലി ഒന്നും കൂടെ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, നല്ലപോലെ അതിനെ കരുതൽ കൊടുക്കേണ്ടി വരും. പല ഉപ്പമാരും നമുക്കറിയാം, അവർ ലീക്കായി കഴിഞ്ഞാൽ പുറത്ത് പറയാൻ മടിക്കാറുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ അവരൊന്ന് ബെഡിൽ നിന്ന് എണീറ്റ് നമുക്ക് ബാത്റൂമിലേക്ക് എത്തുമ്പോഴേക്ക് കുറച്ച് ലീക്കായിട്ടുണ്ടാവും, അത് പുറത്തേക്ക് പറയാൻ മടിയായിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പ്രായം ചെന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അവരെ തുണിയിലൊക്കെ ഇതുപോലെ ലീക്ക് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ രാത്രി എണീറ്റ് പോകുന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കുക. കാരണം അത്തരം ആളുകൾക്ക് പറയാൻ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കെയർ കൊടുക്കുന്ന ആളുകളാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ല എന്നൊക്കെ പ്രായം ചെന്ന ആളുകളിൽ ശ്രദ്ധിക്കേണ്ടത്. അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത സ്റ്റേജിലൊക്കെയാണ് മൂത്രത്തിൽ ബ്ലോക്ക് വരിക, മൂത്രം പറ്റ പോവാതിരിക്കുക, ട്യൂബ് ഇടേണ്ടി വരിക. ട്യൂബ് ഇട്ടാലും ചിലവർക്ക് മൂത്രം പോവാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് കല്ല് വരിക, മൂത്രത്തിൽ ബ്ലഡ് കാണുക. ഇത്തരം ഒരു കണ്ടീഷൻസ് വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും അത് കുറച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ലക്ഷണം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് വീക്കം നമുക്ക് പ്രശ്നക്കാരനാണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ടെസ്റ്റുകളൊക്കെ ആദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവും ലക്ഷണങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടെത്തുക? പലപ്പോഴും ഒരേ ലക്ഷണങ്ങളാണ് ഈ ഒരു 2 കണ്ടീഷനും വരാറുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെയുള്ള എല്ലാ ലക്ഷണങ്ങളും 2 കണ്ടീഷനിലും നമുക്ക് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ ഹിൻ്റാണ് നമ്മൾ പലപ്പോഴും ഇത് ക്യാൻസർ ആവുമോ എന്നുള്ളത് പലപ്പോഴും സംശയിക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ്, അവർക്ക് ക്യാൻസറൊക്കെ ആണെങ്കിൽ പെട്ടെന്നായിരിക്കും രോഗി ലക്ഷണങ്ങൾ പറയാം. ഒരു 1.5 മാസം കൊണ്ടാണ് ഡോക്ടർ ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയതെന്ന് പറയും. മറ്റേത് ഗ്രന്ഥി വീക്കം ആണെങ്കിൽ ഒരുപാട് കാലമായിട്ട്, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 6 മാസം 7 മാസമൊക്കെ ആയിട്ട് ഈ ബുദ്ധിമുട്ടുള്ള ഒരു തുടർച്ചയായിട്ട് അനുഭവിച്ച് വരികയാണ്. അത് അവർ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ട് നടക്കും. പക്ഷേ ഒരു ക്യാൻസറിൻ്റെ ഒരു തുടക്കമാണെങ്കിൽ അവർക്ക് ഒരു 1.5 മാസം കൊണ്ട് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് 2 പാർട്ടുണ്ട്.
ഒരു മിഡിൽ പാർട്ടും ഉണ്ട്, ഒരു ലാറ്ററൽ പുറത്തേക്കുള്ളൊരു പാർട്ടും ഉണ്ട്. ഒരു ആപ്പിൾ പോലെയാണ് ഈ ഗ്രന്ഥി ഉള്ളത്. ഈ ആപ്പിളിൻ്റെ ഒരു ഇന്നർ സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്രന്ഥി വീക്കാണ് കൂടുതൽ ഉണ്ടാവുക ഉൾഭാഗത്ത്. അതാണ് മൂത്രനാളിയിലേക്ക് അധികം വന്ന് മൂത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഈ ആപ്പിളിൻ്റെ പുറം സൈഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ അവിടെ ക്യാൻസറാണ് വളരുക. പുറത്ത് ക്യാൻസർ വളരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും രോഗിക്ക് അറിയില്ല. കാരണം മൂത്രവുമായി ബന്ധപ്പെട്ട് യാതൊരു ലക്ഷണവും കാണില്ല, പുറത്തേക്കാണ് അത് വളരുക. പക്ഷേ പുറത്തേക്ക് വളർന്ന് അത് ഉള്ളിലേക്ക് വരുമ്പോഴാണ് പിന്നീട് പെട്ടെന്ന് ഇവർക്ക് മൂത്രതടസ്സവും കാര്യങ്ങളും വരിക. അപ്പോൾ ആദ്യമൊന്നും അത്ര ലക്ഷണങ്ങൾ അറിയില്ല. പെട്ടെന്ന് ഒരു 1.5 മാസം കൊണ്ട് ഈ മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്യാൻസർ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഗ്രന്ഥി വീക്കൊക്കെ ആണെങ്കിൽ ആദ്യ തുടക്കത്തിലെ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങൾ രോഗി പറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ക്യാൻസർ ആണെങ്കിൽ ഈ ഒരൊറ്റ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡോക്ടറെ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യിപ്പിക്കാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് PSA ടെസ്റ്റ്. PSA നമ്മൾ ക്ലിനിക്കലി വളരെ അധികം ചെയ്യിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കാണോ അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ബ്ലഡ് ടെസ്റ്റും കൂടിയാണ് PSA. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ക്ലിനിക്കലി നമ്മൾ വരുന്ന പേഷ്യൻസിന് നമ്മൾ വിരൽ വെച്ച് പരിശോധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആ മലദ്വാരത്തിലൂടെ വിരൽ കടത്തി പരിശോധിക്കുമ്പോൾ ഈ ഗ്രന്ഥി ക്യാൻസറിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഒരു ഹാർഡ്നെസ്, ഒരു ഹാർഡായിട്ടുള്ള സർഫസ് ആണോ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് മൂത്രം പരിശോധിക്കും. സിമ്പിളായിട്ട് മൂത്രത്തിൽ എന്തെങ്കിലും പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കതിൽ ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രന്ഥി വീക്കം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്. പിന്നീട് അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും നമുക്കൊരു ക്യാൻസറിൻ്റെ ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ പിന്നീട് ചെയ്യുന്ന ടെസ്റ്റാണ് MRI ചെയ്യിപ്പിക്കുന്നത്. കൂടുതലായിട്ട് ക്യാൻസറിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരാളുകൾക്കാണ് MRI ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ MRI വെച്ചിട്ട് നമുക്ക് ബയോപ്സി എടുക്കാറുണ്ട്. ബയോപ്സിയിലാണ് കൂടുതലായിട്ട് നമുക്ക് ഇത്തരം ക്യാൻസറുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് കൺഫർമേഷൻ കിട്ടുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് ബയോപ്സി. പ്രത്യേകിച്ച് ട്രാൻസ് റെക്ടൽ അൾട്രാസൗണ്ട് ഗൈഡ് ചെയ്തിട്ടുള്ള ബയോപ്സികളാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി വരുന്ന ജനറേഷന് അത് തടയാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാരണം മറ്റുള്ള ജനറേഷന് അല്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് ഇത് വരാനുള്ള ചാൻസ് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാം. അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ചൊരു 10 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം അവരുടെ ഭക്ഷണ രീതി തന്നെയാണ്. ഭക്ഷണത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ജനറേഷൻ ഒരുപാട് ഒഴിവാക്കുന്ന ഒരു കാര്യം കൂടിയാണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൽ വിറ്റാമിൻ C കണ്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ വിറ്റാമിൻ D അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ക്രൂസിഫറസ് ഐറ്റംസിൽ പെട്ട പച്ചക്കറികളാണ് ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ ബെറീസ്, നമ്മളെ മുന്തിരി, അതുപോലെ തന്നെ നമ്മളെ തണ്ണിമത്തന്, അതുപോലെ തന്നെ ബെറി ഐറ്റംസിൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളും ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിലൊക്കെ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട്. അതുപോലെ ഈ ഗ്രന്ഥി വീക്കൊക്കെ തടയാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു ഫ്രൂട്ട്സിലും പച്ചക്കറികളിലൊക്കെ ഉണ്ട്. അതുപോലെ ഇലക്കറികൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആൾക്കാരിതിൽ ഈ ഒരു മലബന്ധം ഉള്ള ആളുകൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മലബന്ധം തടയാൻ സഹായിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ക്യാരറ്റ്, ബീട്രൂട്ട്, കക്കരിക്ക പോലെയുള്ള പച്ചക്കറികളും ധാരാളം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം വെള്ളം കൂടി ഒരുപാട് വേണമെന്നില്ല, പക്ഷേ ദാഹത്തിനനുസരിച്ച് ഒരാൾ വെള്ളം കൂടി ഈ ഒരു അസുഖത്തിൻ്റെ കേസിൽ വളരെ പ്രാധാന്യമുണ്ട്. അതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക, അതുപോലെ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പരമാവധി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസുകൾ, ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ജ്യൂസുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാധാ വെള്ളം ഒരു ദാഹത്തിനനുസരിച്ച് കുടിച്ചു പോവുക. തീരെ വെള്ളം കുടിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ വെള്ളം ധാരാളം കുടിക്കും വേണ്ട. ധാരാളം കുടിച്ചാലും ഈ ഒരു മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മണിക്ക് ശേഷം അധികം നൈറ്റിലൊക്കെ ഒരുപാട് ഡ്രിങ്ക്സുകൾ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പരമാവധി രാത്രി ഒരു 5 മണിക്ക് ശേഷം ദാഹത്തിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പാനീയങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകളൊക്കെയാണ് അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രാത്രി കഞ്ഞി കുടിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പോൾ കഞ്ഞി ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഹാർഡായിട്ടുള്ള മറ്റ് ചോറ് പോലെ അല്ലെങ്കിൽ രാഗി പോലെയുള്ള മറ്റ്
ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. പാനീയങ്ങളുടെ രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള മറ്റ് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ മീനുകൾ, ചെറിയ മീനുകളുണ്ടല്ലോ, അയില, മത്തി പോലെയുള്ള മീനുകൾ. ഒമേഗ 3 കണ്ടൻ്റ് ഉള്ള ഒരുപാട് ഫിഷസ് ഉണ്ട്. പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ വളരെയധികം നല്ലതാണ്. അതുപോലെ സിങ്കിൻ്റെ കണ്ടൻ്റ് ഉള്ള നട്ട്സുകൾ എന്ന് പറയുമ്പോൾ ചെറിയ വാൾനട്ട് ആവാം, അല്ലെങ്കിൽ ബദാം ആവാം, അല്ലെങ്കിൽ പംകിൻ സീഡ്സ്, മത്തൻകുരു. അത് ഈ ഒരു ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനും നീർക്കെട്ട് കുറയാനും സഹായിക്കുന്നുണ്ട്. നട്ട്സുകൾ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഫിഷസ്, അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മുട്ട ഡെയിലി ഓരോന്ന് കഴിക്കുന്നത് ഈ ഒരു ബ്ലാഡറിൻ്റെയൊക്കെ മസിൽസിനെ ശക്തിപ്പെടുത്താനും നീർക്കെട്ട് ഒഴിവാക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് എന്തായാലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഒഴിവാക്കേണ്ട ഒരു 5 ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഭക്ഷണമാണ് ഷുഗർ, മധുരം. ഈ മധുരം ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഷുഗർ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരും. നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ പല ഭാഗങ്ങളെയായിട്ട് അത് ബാധിക്കും. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥികളെയൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഷുഗർ കണ്ടൻ്റ് ഉള്ള ഏതൊരു ഐറ്റവും, പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കണ്ടൻ്റ് ഉള്ള മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചായ കാപ്പിയൊക്കെ ഇന്നൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചായയും കാപ്പി അമിതമായിട്ട് കുടിക്കുന്ന ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു 5ഉം 8ഉം 10ഉം ഗ്ലാസ്സും വരെ ഡെയിലി കുടിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു ശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. കഫീൻ കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള കോഫി, അതും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതിന് പകരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ ടീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലെമൺ അടങ്ങിയിട്ടുള്ള മറ്റ് ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഹെൽത്തി ഡ്രിങ്ക്സുകളാണ് ഇത്തരം ആളുകൾ കൂടുതലായിട്ട് കുടിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ട മറ്റൊരു ഐറ്റം സൺഫ്ലവർ ഓയിലാണ്. ഇന്ന് ഏതൊരു ജങ്ക് ഫുഡ് എടുത്താലും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ എല്ലാത്തിലും സൺഫ്ലവർ ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. സൺഫ്ലവർ ഓയിൽ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ സൺഫ്ലവർ ഓയിൽ. അത്തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസ്, പ്രത്യേകിച്ച് കനോല ഓയിൽ പറയും, അതുപോലെ തന്നെ സോയാബീൻ ഓയിലുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ കുറവാണ്. ഒമേഗ 3 ആണ് കൂടുതൽ, ഒമേഗ 6 ഇല്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുക. സൺഫ്ലവർ ഓയിലിൻ്റെ കണ്ടൻ്റ് ഉള്ള പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോയാബീൻ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറക്കാൻ ശ്രദ്ധിക്കുക. സോയാബീനും ഈ ഗ്രന്ഥി വീക്കത്തിന് അതൊരു കാരണമായിട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇത്തരം ആളുകൾ, ടെൻഡൻസി ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ ഗ്രന്ഥി വീക്കത്തിൻ്റെ ലക്ഷണങ്ങളുള്ള ആളുകൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ. ഇനി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താനും കൂടെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കുക. അതുപോലെ ഡോക്ടർ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു സംശയം, ഈ കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങും പ്രോസ്റ്റേറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം നമ്മൾ പ്രോസ്റ്റേറ്റ് അസുഖങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. കിഡ്നി, നമ്മുടെ മൂത്രനാളി, മൂത്രസഞ്ചി, അതിൻ്റെ തൊട്ട് താഴെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ മൂത്ര തടസ്സം വരും. മൂത്രനാളിയെ ഒന്ന് ചുരുക്കും. അപ്പോൾ മൂത്രം കെട്ടിക്കിടക്കും ഈ മൂത്രസഞ്ചിയിൽ ഓവറായിട്ട് മൂത്രം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് പ്രഷറായിട്ട് കിഡ്നിയിലേക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക. കിഡ്നിയിലേക്ക് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ ഫങ്ഷൻസും കുറഞ്ഞു വരും. അത്തരത്തിലുള്ള ഒരുപാട് കണ്ടീഷൻസ് ഇന്ന് വരുന്നുണ്ട്. കാരണം ക്രിയാറ്റിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലായിരിക്കും, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ തുടക്കത്തിലേ ഇത് കണ്ടെത്തുക. തുടക്കത്തിലേ ഈ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് എന്താണ് അസുഖം എന്നുള്ള കണ്ടെത്തുക, അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കുക. മരുന്നുകൾ എടുത്താൽ തന്നെ ചില കേസുകളിൽ മാറുള്ളൂ, ചില കേസുകൾ മരുന്നുകൾ എടുക്കാതെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റും. പല കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മൂത്രം കെട്ടിക്കിടന്ന് അവിടെ സ്റ്റോണായിട്ട് വരും, മൂത്രക്കല്ലായിട്ട് ഈ മൂത്രസഞ്ചിക്കകത്ത് വരും. ആ മൂത്രതടസ്സം കൂടും, അതുവഴി കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ വരും. ചില കേസുകളിൽ മൂത്രം ലീക്കാവും, അറിയാതെ ലീക്ക് വരും. മൂത്രം ഓവർഫ്ലോ ആയിട്ട്, അതായത് മൂത്രം കൂടുതലായിട്ട് നിറയും, പിന്നീട് മൂത്രം പുറത്തേക്ക് പോവാതെ ഓവർഫ്ലോ, അതായത് ലീക്കായിട്ട് വരും. നമ്മളൊരു കുടത്തിൽ വെള്ളം നിറച്ചിട്ടുള്ളൊരു കുടത്തിൽ വീണ്ടും വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പുറത്തേക്ക് ഒഴുകി പോകുമല്ലോ. അതേ രീതിക്ക് മൂത്രസഞ്ചിയിൽ വെള്ളം ഓൾറെഡി മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടാവും, പക്ഷെ വീണ്ടും അതിലേക്ക് മൂത്രം ഫില്ല് ചെയ്യുമ്പോൾ അത് ലീക്കായി പോകും. പലരും ഇത് വിചാരിക്കുക ഡോക്ടർ ഇത് മൂത്രം അധികം പോകുന്നതാണ്, മൂത്രമൊക്കെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇത് ലീക്കായി ബ്ലാഡറിന് പ്രശ്നം വന്നിട്ടാണ് ഇത് ലീക്കായി പോകുന്നത്. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടറെ കാണിക്കാനും കൂടെ ശ്രദ്ധിക്കുക.
ഡോക്ടർ, അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം നമുക്ക് എഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ നമ്മളത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം 40-45 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുപോലെ ഉണ്ടാവും. പക്ഷേ അവരൊന്നും ഇതിൻ്റെ കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നുണ്ടാവില്ല. പലരും ഒ പിയിൽ വന്ന് പറയുന്ന കാര്യങ്ങളാണ്, ഡോക്ടർ ഇതൊക്കെ ഒരു അസുഖമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലേറ്റായിട്ടായിരിക്കും അവർ ഈ ഒരു അസുഖം കണ്ടെത്തിയിട്ടുണ്ടാവുക. നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നിങ്ങൾ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചൊരു ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടിട്ട് ഇത് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും വെള്ളത്തിൻ്റെ കാര്യമായാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ ആവശ്യമായിട്ടുള്ള കേസുകളിലും മരുന്നുകൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ മൂത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളുകൾക്കൊക്കെ, ഈ ബ്ലാഡറിൻ്റെ മസിൽസിന് പ്രശ്നം വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഗ്രന്ഥിയുടെ സൈസ് ഒരുപാട് കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഗ്രന്ഥി ചുരുങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂത്രം ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും കൂടെ എടുക്കേണ്ടി വരും. മരുന്നുകൾ ഒരുപാട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു വരുന്നുണ്ട്. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥി വീക്കത്തെ കുറക്കാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പാമറ്റോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, ഒരു ചെടിയുണ്ട്. ആ ചെടിയിൽ നിന്ന് എടുക്കുന്ന ഒരു മരുന്ന്, നമ്മൾ സബാൽ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇതിന് ഉപയോഗിച്ച് വരുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമുക്ക് ഈ ഒരു സബാൽ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പാമറ്റോ ക്യാപ്സ്യൂളായിട്ട് നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. ആ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് നമുക്ക് ഡെയിലി ഒരു പേഷ്യൻറ്റിന് എടുക്കാൻ പറയാറുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രന്ഥി വീക്കത്തിൻ്റെ സൈസ് കുറക്കാൻ പറ്റും. ശരീരത്തിലുള്ള ഒരുപാട് നീർക്കെട്ടുകൾ കുറക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഒരുപാട് മരുന്നുകൾ, പ്രത്യേകിച്ച് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ച് ഇൻഫെക്ഷൻ കുറക്കാനും ഗ്രന്ഥി വീക്കം തടയാനൊക്കെ ഉള്ള മരുന്നുകൾ ധാരാളം അവൈലബിൾ ആണ്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന ഡയറ്റ് ചാർട്ടും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇത്തരം അസുഖങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല, നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ ഒരു 80-90% നമുക്ക് മാറ്റിയെടുക്കാനും കൂടെ പറ്റും. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ചില കേസുകളിൽ സർജറി വേണ്ടി വരും. ക്യാൻസർ കണ്ടെത്തിയ ആളുകൾക്ക് ചില കേസുകളിൽ സർജറി നിർദ്ദേശിക്കാറുണ്ട്. അല്ലാത്ത കേസുകളിലൊക്കെ നമുക്ക് മരുന്നിലൂടെ തന്നെ ഇത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഭയപ്പാടില്ലാതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടാമെന്നാണ് നമ്മളോടിപ്പോൾ ഡോക്ടർ സംസാരിച്ചത്. ഹിസ്റ്ററി ഉള്ള ആളുകളാണെങ്കിൽ പോലും അതിനെ എങ്ങനെ നേരത്തെ കണ്ടെത്താം, അതിന് പരിഹാരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതെല്ലാം നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളോ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഷെഹ്ല CH, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഡോക്ടറുടെ സേവനം ഇപ്പോൾ കോഴിക്കോട് നടക്കാവിലും ലഭ്യമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഡോക്ടർ.